ശ്വസനവാതകങ്ങളുടെ സംവഹനം സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ശ്വസനവാതകങ്ങളുടെ സംവഹനമൊക്കെ സഹായിക്കുന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBC. RBC എന്ന് വെച്ചാൽ എന്താണ്? റെഡ് ബ്ലഡ് സെൽ എന്നാണ്. റെഡ് ബ്ലഡ് സെൽ. ഓക്കെ, ഈ ചുവന്ന രക്താണുക്കൾക്ക് എന്തെന്നും പറയും? അരുണ രക്താണുക്കൾ എന്നും പറയുന്നു. അരുണ രക്താണുക്കൾ. ഓക്കെ, അപ്പൊ ശ്വസനവാതകങ്ങളുടെ ആ സംവഹനത്തിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ചുവന്ന രക്താണുക്കൾ. അടുത്തത്, മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. HIV വൈറസ് എന്നറിയാം. HIV എന്താണ്? ഫുൾ ഫോം ആണെന്ത്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. അടുത്ത ചോദ്യം, ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? അത് ഫിറോമോണാണ്. ഫിറോമോൺസ് ആണ് ജീവികൾക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, BT വഴുതനയിലെ BT എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? BT വഴുതനയിലെ BT എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? അത് ബേസിലസ് ട്യൂറിൻ ജിയൻസിസ്. ബേസിലസ് ട്യൂറിൻ ജിയൻസിസ് എന്നത് ഒറ്റ വാക്കാട്ടോ, ജിയൻസിസ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സൊണോറ. സർബതി സൊണോറ. അടുത്ത ചോദ്യം, ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? ഏതാണ്? യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് ആണ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം. അടുത്ത ചോദ്യം, കാർഷിക മേഖലയിലെ നീല വിപ്ലവം എന്ത് ഉൽപാദനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? എന്തിന്റെ ഉൽപാദനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് കാർഷിക മേഖലയിലെ നീല വിപ്ലവം അല്ലെങ്കിൽ ബ്ലൂ റവല്യൂഷൻ? എന്താണ്? മീൻ അല്ലെങ്കിൽ മത്സ്യ ഉൽപാദനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? നീല വിപ്ലവം. ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങൾ.